ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഇക്കൊല്ലം റംസാനായിട്ട് ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയായിട്ടാ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് കുടുംബങ്ങൾ നമ്മളറിയണതാവട്ടെ, കുറേയൊന്നും നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ അറിയാതെ പോയിട്ടുള്ള കുടുംബങ്ങളുണ്ട്, അറിഞ്ഞതുമുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ഞാൻ ആദ്യം ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. നമുക്കൊന്നും സഹായിക്കാനും പറ്റുന്നില്ല, അവരെ വിഷമങ്ങൾ കണ്ടു നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ടെൻഷനാട്ടാ. എന്താ ചെയ്യാല്ലേ? പിന്നെ എങ്ങനെയാണ് മനുഷ്യരുടെ ദാരിദ്ര്യം മാറുകയല്ലേ? എന്ത് ചെയ്താലാണ് ജനങ്ങളുടെ ഒരു പറ്റം ആൾക്കാരുടെ ദാരിദ്ര്യം മാറുകയല്ലേ? പിന്നെ അതന്നെ ദാരിദ്ര്യം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതും നമുക്ക് ഉറക്കം കെടുത്തുന്നതുമായൊരു കാര്യം കേട്ടോ. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരുപാട് പകുതിയിലേറെ 3/4 ഭാഗം ജനങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, പല വിഷയങ്ങൾ കൊണ്ടും കഷ്ടപ്പാട്. ചിലപ്പോൾ പുറമെ കാണുമ്പോൾ ഒരു വിഷമങ്ങളൊന്നും തോന്നില്ല. പക്ഷെ അവർ മനസ്സുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അവർ വിഷമങ്ങൾ അനുഭവിക്കണം, ദാരിദ്ര്യം തന്നെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്കത് മാറ്റാൻ പറ്റുക? അല്ലെങ്കിൽ മാറില്ല, ഒരിക്കലും മാറാത്തൊരു കാര്യമാണ് ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്നൊക്കെ പറയണത്. ഒരിക്കലും മാറില്ല എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നട്ടാ. എങ്ങനെ ചെയ്താലാണ്, എന്ത് ചെയ്താലാണ് ജനങ്ങളൊക്കെ ഒന്ന് കഷ്ടപ്പാടിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കാര്യമായിട്ടാണ് ഞാൻ പറയണത്. അല്ലാതെ അന്നാന്ന് പണിയെടുത്താലും സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ കുറിച്ചല്ല. അന്നാന്ന് പണിയെടുത്തിട്ടും ജീവിക്കാൻ മാസത്തിൽ 30 ദിവസം പണിക്ക് പോയിട്ടും ഒരു വീട്ടിലുള്ള 5 6 അംഗങ്ങൾ പണിക്ക് പോയിട്ടും ഭയങ്കര കഷ്ടപ്പാടുള്ള കുടുംബങ്ങളുണ്ട്. അവരെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയണത്. അവർക്ക് തന്നെ ഈ ഗവൺമെൻറ്റിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഗവൺമെൻറ് തന്നെ ദാരിദ്ര്യത്തിലാണ്. അവരുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സമ്പന്നതയിലത്തെ ദാരിദ്ര്യം എന്താണ്, സമ്പന്നതയിലൊരു ദാരിദ്ര്യം ഉണ്ടാവുമല്ലോ, അതാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യം. അപ്പം ഗവൺമെൻറ് വിചാരിച്ചാലൊന്നും ഒരിക്കലും ദാരിദ്ര്യം മാറില്ല, ജനങ്ങളുടെ ദാരിദ്ര്യം മാറില്ല. പിന്നെ ആര് വിചാരിച്ചാലാണ് മാറുക? ദാരിദ്ര്യം മാറുക എങ്ങനെയാണ്? അതായത് കുന്നുകൂടുന്നത് ഒഴിവാക്കിയാൽ ദാരിദ്ര്യം മാറുള്ളൂ. അതായത് കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലെ അതന്നെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും പിന്നെ കുന്നുകൂടുന്നതും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുന്നുകൂടുക, 10 സ്ഥലത്ത് ഇല്ലാണ്ടായാലാണ് ഒരു സ്ഥലത്ത് കുന്നുകൂടുള്ളൂ. അപ്പോൾ ആ കുന്നുകൂടൽ ഇല്ലാണ്ടായാൽ എന്താ പറയുക, ദാരിദ്ര്യം കുറേയൊക്കെ ജനങ്ങളുടെ ദാരിദ്ര്യം മാറും. കുട്ടികളാണ് കഷ്ടപ്പെടുന്ന, കുട്ടികളെ കാണുമ്പോഴാണ് ഭയങ്കരമായിട്ട് വിഷമം. അതായത് ഒരു 10-15 വയസ്സിന് താഴെയായിട്ടുള്ള കുട്ടികൾ ഒരുപാട് അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ, കുട്ടികൾ വല്ലാതെ കഷ്ടപ്പെടുന്നു കാണുന്നുണ്ട്. പലയിടത്തും ഇങ്ങനെ കാണുന്നുണ്ട്, കുട്ടികൾ കഷ്ടപ്പെടുന്നു കാണുമ്പോൾ. അതേപോലെ നല്ല പ്രായമായിട്ടുള്ള ആൾക്കാർ, വയസ്സായവരും കുട്ടികളും ഒരേപോലെ എന്നല്ല പറയുക. അത് തന്നെയാണ് ഒന്നാമത്തെ വിഷയം. കുട്ടികൾ കഷ്ടപ്പെടുന്നു കാണുമ്പോൾ സഹിക്കുന്നില്ല. അതേപോലെ തന്നെ പ്രായമായ ആൾക്കാരും, ഒരു 70 വയസ്സിന് മേലൊക്കെ ഉള്ള
ആൾക്കാർ നോക്കാൻ ആളില്ലാതെ, അതേപോലെ ഉള്ളവർ നോക്കാതെ, നോക്കിയാലും നോക്കുന്നവർക്ക് അവരെ കൊണ്ട് പറ്റാണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുന്ന അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നോക്കുള്ളതുകൊണ്ട് അവർ നോക്കുന്നുണ്ട്, പക്ഷേ നല്ല നിലക്ക് നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. റംസാനായിട്ടും ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ കഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി, അറിയാൻ പറ്റി. അപ്പോൾ അതൊന്നും നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ. എന്താ വെച്ചാൽ അത് ഇങ്ങനെ ഇത് മാറിക്കിട്ടും, ഒരിക്കലും മാറാത്തൊരു കാര്യമാണല്ലോ എന്ന് ആലോചിച്ചിട്ടാ വിഷമം. അപ്പം അതാണ് ഇന്നത്തെ സംസാര വിഷയം. പിന്നെ ഉറക്കം തൂങ്ങുന്നുണ്ട് കേട്ടോ. ഉറക്കം തൂങ്ങുന്നുണ്ട്. ഇന്നും ഉറങ്ങിയിട്ടില്ല. ഇന്ന് ബിസിയായിരുന്നു, വെരി വെരി ബിസി ആയിരുന്നു കേട്ടോ. ഒരു നോമ്പറക്കലൊക്കെ ഉണ്ടായിരുന്നു, മരുമക ഉണ്ടായിരുന്നു, ഇപ്പം മോളും പേരക്കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ചില്ലറ ഒരു ചെറിയൊരു പണി കിട്ടിയ, അപ്പോൾ അതും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് നേരെ 11:15 രാത്രി. എന്നിട്ടും കിടക്കാൻ നോക്കിയിട്ടില്ലെങ്കിൽ അത്താഴത്തിനടിക്കണ നേരം അറിയുന്നില്ല. അപ്പം ചിലപ്പോൾ എണീക്കലുണ്ടാവില്ല. അപ്പം അത്താഴം വയ്ക്കാതെ നാളത്തെ നോമ്പ് വെക്കൽ. അപ്പം എന്നാൽ ശരി, ഓക്കെ.